നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. വാഹനാപകടത്തിൽ യുവതി മരണമടഞ്ഞു. ബുധനാഴ്ച രാവിലെ ഔട്ടത്തൂർ സ്കൂളിന് സമീപത്ത് വെച്ചുണ്ടായ അപകടത്തിൽ കൊറ്റനല്ലൂർ പട്ടേപ്പാടം മംഗലത്തറ വീട്ടിൽ ആസിഫയാണ് മരണമടഞ്ഞത്. 38 വയസ്സായിരുന്നു. സ്കൂട്ടറിൽ പട്ടേപ്പാടം ഭാഗത്തു നിന്നും വന്നിരുന്ന ആസിഫ അവിട്ടത്തൂർ സ്കൂൾ കഴിഞ്ഞുള്ള ഇറക്കത്ത് വെച്ച് എതിരെ വന്നിരുന്ന കാറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. സിദ്ദീഖാണ് ആസിഫയുടെ ഭർത്താവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന തൃശൂർ റൂറൽ പോലീസ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലേക്കുള്ള സ്ട്രോങ് റൂമുകളിലും പരിസര പ്രദേശങ്ങളിലും ഡോഗ് സ്ക്വാഡിന്റെയും ബോംബ് സ്ക്വാഡിന്റെയും ഒന്നാംഘട്ട പരിശോധന പൂർത്തിയായി. തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്ട്രോങ് റൂമുകളുടെ സുരക്ഷയ്ക്കായി സായുധരായ പോലീസ് ഉദ്യോഗസ്ഥരെ ഗാർഡ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട്. പ്രവേശന കവാടത്തിലും സ്ട്രോങ് റൂമുകളിലും പരിസരങ്ങളിലും മറ്റ് പ്രധാന ഭാഗങ്ങളിലും CCTV നിരീക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ട്. തൃശൂർ റൂറൽ ബോംബ് സ്ക്വാഡിലെ ഗ്രേഡ് SI അജയ് ഘോഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കമൽ കൃഷ്ണ, സിവിൽ പോലീസ് ഓഫീസർ ബിലഹരി, ഡോഗ് സ്ക്വാഡിലെ ഗ്രേഡ് SI വേണുഗോപാലൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ O സുജീഷ്, സിവിൽ പോലീസ് ഓഫീസർ ബിപിൻ ദാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തൃശൂർ റൂറൽ കെനൈൻ സ്ക്വാഡിലെ സ്വീറ്റിയാണ് പരിശോധനയിൽ പങ്കെടുത്തത്. സമഗ്ര ശിക്ഷ കേരള ഇരിഞ്ഞാലക്കുട BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും ബിഗ് ക്യാൻവാസും നടത്തി. ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടി പ്രോഗ്രാം കൺവീനർ ഡോക്ടർ KS ഇന്ദുലേഖ ഉദ്ഘാടനം ചെയ്തു. BPC സത്യപാലൻ KR സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ R സുജാത നന്ദിയും പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഭിന്നശേഷി മനുഷ്യർ അനുഭവിക്കുന്ന പലതരം പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാൻ സർക്കാരുകൾ പല കാലങ്ങളിൽ പലതരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. നമ്മുടെ സർക്കാർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിൻ്റെ പലതരം പ്രവർത്തനങ്ങൾ നടക്കുന്നതായി നമ്മൾ കണ്ടു. അപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്ക് എന്താണ് വേണ്ടത് എന്ന് പല കാലങ്ങളിൽ നമ്മൾ സംസാരിച്ചിട്ടും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അവർക്ക് വേണ്ടത് സഹതാപമല്ല, മനുഷ്യരുടെ സഹതാപമല്ല, മറിച്ച് അവർക്ക് വേണ്ടത് നമ്മുടെയൊക്കെ പലതരത്തിലുള്ള കൈത്താങ്ങുകളാണ്. അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതിനുള്ള പ്രവർത്തനങ്ങളാണ്. ഇരിഞ്ഞാലക്കുട രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ 2025 അമ്മമാരെ പങ്കെടുപ്പിച്ച് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെ വൈവിധ്യമാർന്ന ദൃശ്യങ്ങൾ മാതാവിനൊപ്പം 2K25 എന്ന പേരിൽ മാതൃവേഷധാരികളുടെ മഹാസംഗമം സംഘടിപ്പിക്കുമെന്ന് ഡയറക്ടർ ഫാദർ ആൻഡോ കരിപ്പായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 6 ശനിയാഴ്ച വൈകിട്ട് 4 കത്തീഡ്രൽ അങ്കണത്തിലാണ് പരിപാടി അവതരിപ്പിക്കുക. രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, ചലച്ചിത്ര താരം ജൂനിയർ ഇന്നസെന്റ് എന്നിവർ പങ്കെടുക്കും. മാതൃവേദി പ്രസിഡന്റ് സിനി ഡേവിസ്, ജനറൽ കൺവീനർ സെലിൻ ജെയ്സൺ, ഫോറാന പ്രസിഡന്റ് ജയ ജോസഫ്, ജോയിന്റ് ജനറൽ കൺവീനർ ഷേർലി തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഈശോ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തിട്ട് 2025 വർഷം പൂർത്തിയാകുന്ന ജൂബിലി വർഷമാണ്. അതോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട രൂപത മാതൃവേദി 2025 അമ്മമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മാതാവിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളിൽ ഒരു ദൃശ്യവിരുന്ന് ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളിയിൽ വെച്ച് ഒരുക്കുകയാണ്. ഇരിങ്ങാലക്കുട രൂപതയിലെ 141 ഇടവകളിൽ നിന്നുള്ള അമ്മമാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇരിങ്ങാലക്കുട രൂപത കുടുംബവർഷമായിട്ട് കൂടി ഇത് ആചരിക്കുകയാണ്. അതോടനുബന്ധിച്ച് കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടത്തപ്പെടുക. ഏറെ ഒരുക്കത്തോടു കൂടി തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന ശനിയാഴ്ച 2025 ഡിസംബർ മാസം 6 ഉച്ചതിരിഞ്ഞ് 4 മണിക്കാണ് ഈ പരിപാടി നടക്കുന്നത്.
ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ്, ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ജോസ് മാളികലച്ചൻ, കത്തീഡ്രൽ വികാരി ലാസർ കുറ്റിക്കാടനച്ചൻ, അതുപോലെ തന്നെ സിനി ആർട്ടിസ്റ്റായിട്ടുള്ള ജൂനിയർ ഇന്നസെൻറ്റ് എന്നിവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. തുറവൻകുന്ന് ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേ പിതാവിന്റെ തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഫണ്ട് ശേഖരണാർത്ഥം വടംവലി മത്സരം സംഘടിപ്പിക്കുമെന്ന് വികാരി ഫാദർ അജോബ് പുളിക്കൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 7-ന് വൈകിട്ട് ദേവാലയ അങ്കണത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള മത്സരം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ജോസഫ് അക്കരക്കാരൻ, സെക്രട്ടറി വിൻസെന്റ് കരിപ്പായി, ട്രഷറർ ദേവസി തെക്കേക്കര, വൈസ് പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി, കൺവീനർ ബാബു പുന്നശ്ശേരി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. അവിടെ ഒരു ദേവാലയം ഇടവകയായി പ്രഖ്യാപിച്ച് വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. അതിൻ്റെ 50-ാം വാർഷികമാണ് ഈ വർഷം 1975 മുതൽ 2025 എൻ്റെ ഇടവകയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇടവകയുടെ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് നടത്തുന്ന എല്ലാ വർഷവും നിങ്ങൾക്കറിയാം, അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഫുട്ബോൾ ഷൂട്ടൗട്ട് മേള നടത്തിയിരുന്നു. എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ ഈ വർഷവും ഒരു വടംവലി മത്സരം അഖില കേരള തലത്തിൽ ഞങ്ങൾ നടത്തുകയാണ്. ടഗ് ഓഫ് വാർ വെൽഫെയർ അസോസിയേഷനാണ് ഈ വടംവലി നിയന്ത്രിക്കുന്നതും മത്സരത്തെ നയിക്കുന്നതും. അതിൻ്റെ ഭാഗമായി വൈകിട്ട് 5 മണിക്ക് ഡോക്ടർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വൈകിട്ട് 5 മണിക്ക് വടംവലി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നു. സമ്മാനദാനം നമ്മുടെ രൂപതയുടെ മോൺസിന്യൂർ വികാരി ജനറൽ വിൽസൺ ഈർത്തറച്ചൻ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ രൂപത ഡയറക്ടർ ലിജോ മഞ്ഞപ്രക്കാരൻ, അതുപോലെ സിനിമ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ഇരിഞ്ഞാലക്കുട തെക്കേ അങ്ങാടി മേനാച്ചേരി പാപ്പച്ചൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. കൊച്ചു ത്രേസ്യ ഭാര്യയും ജെഫിമോൾ, ജിതിൻ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.